അള്ളാഹുവിൻ്റെ കലാമായ അള്ളാഹുവിൻ്റെ സംസാരമായ ഖുർആൻ, ആ ഖുർആൻ ഒന്ന് ഉറ്റാലോചിക്കുക, അതിൻ്റെ അർത്ഥം അതൊന്ന് ഗ്രഹിക്കാൻ പരിശ്രമിക്കുക. നാം എത്രയോ തവണ ദിവസവും പാരായണം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ എത്രയോ ചെറിയ അധ്യായങ്ങൾ ദിവസവും നാം ആവർത്തിച്ച് പാരായണം ചെയ്യാറുണ്ട്. ഞാൻ ഈ പാരായണം ചെയ്യുന്ന അധ്യായങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണെന്ന് നാം ഓരോരുത്തരും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തുക. അള്ളാഹു ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങളെന്തേ ഖുർആൻ അത് ഉറ്റാലോചിക്കാത്തത്, അതിനെക്കുറിച്ച് നിങ്ങളെന്തേ ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്തേ പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇദാ സമിഅതല്ലാഹ യഖൂൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത് നീ കേട്ടാൽ, അഥവാ അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിളിക്കുന്നതായി നീ കേട്ടാൽ, ഫർഇഹാ സമഅക്, നീ നിന്റെ കാത് കൂർപ്പിക്കുക, നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഫഇന്നഹു ഖൈറുൻ തുഅ്മറു ബിഹി, ഒന്നുകിൽ അല്ലാഹു നിന്നോട് ഒരു നന്മയായിരിക്കും കൽപ്പിക്കുന്നത്, ഔ ശർറുൻ തുൻഹാ അൻ, അതല്ലെങ്കിൽ ഒരു തിന്മയെ തൊട്ട് നിന്നെ വിലക്കുകയായിരിക്കും അല്ലാഹു ചെയ്യുക. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കിതാബ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ആയത്തുകൾ കടന്നു പോകുമ്പോൾ അല്ലാഹു നമ്മെ വിളിക്കുന്നുണ്ട്. അല്ലാഹു എത്രയോ സ്ഥലങ്ങളിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നാം നമ്മുടെ കാത് കൂർപ്പിക്കുക. എന്താണ് അല്ലാഹു പറയുന്നത്, ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ വിവക്ഷ എന്താണ് എന്ന് നാം ഓരോരുത്തരും പഠിക്കുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്താൻ, അത് ഈമാനിനെ ശക്തിപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഫഹ്മു മആനീഹി വൽ അമലു ബിഹി, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യലുമാണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം മനഃപ്പാടമാക്കൽ മാത്രമാണ്. അവൻ ഹാഫിളാണ്, അവൻ ഖുർആൻ മനഃപ്പാടമാക്കിയവനാണ് എന്ന് കേവലം പേരിൽ മാത്രം ഒതുങ്ങുന്ന എത്രയോ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, പക്ഷേ അവൻ ഖബറിൻ്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുകയാണ്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ അവൻ ഖുർആനിൽ നിന്ന് തെളിവ് കണ്ടെത്തുകയാണ്. അവരേത് ഖുർആനാണ് പഠിച്ചത്, അവരെന്താശയമാണ് ഖുർആനിൽ നിന്ന് ഉൾക്കൊണ്ടത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക.